ഹരേ രാമ ഹരേ കൃഷ്ണ. കടം എന്നത് നമ്മുടെ മനസ്സമാധാനം തകർക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത്തരം സാമ്പത്തിക ബാധ്യതകൾക്ക് ജ്യോതിഷപരമായി ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. നമുക്ക് ഉണ്ടായിരുന്ന കടങ്ങൾ അകറ്റുവാനും സാമ്പത്തിക ബാധ്യതകൾ എല്ലാം ഒഴിഞ്ഞു പോകുവാനും ഈ ചെറിയ കാര്യം മാത്രം വീട്ടിൽ ചെയ്താൽ മതി. കടം ഏവരുടെയും മനസമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ്. കടം വർദ്ധിക്കുന്നത് മൂദേവി വാഴുന്നിടത്തെന്നാണ് നാം എല്ലാം പറയുന്നത്. കടസംബന്ധമായ കാര്യങ്ങൾക്ക് പരിഹാരമായി ചെയ്യാവുന്ന ഒന്നാണ് ഈ കർമ്മം. വിശ്വാസികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടം മാറുവാനും സർവ്വ ഐശ്വര്യത്തിനും ഇതേറെ ഗുണം ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കല്ലുപ്പ്. വീട്ടിലെ നെഗറ്റീവ് എനർജി അകറ്റുവാനും വളരെയധികം പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒന്നാണ് ഇത്. ഇതിനായി വേണ്ടത് കല്ലുപ്പാണ്. ഉപ്പ് കടലിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണ്. കടലിലെ വസ്തുക്കളിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം കടലിൽ വാഴുന്ന അനന്തനിലാണ് വിഷ്ണുവിനൊപ്പം ലക്ഷ്മിയുടെയും വാസം ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കല്ലുപ്പ് കൊണ്ട് കടം മാറുവാനുള്ള ഈ കർമ്മം ചെയ്യുന്നത്. കല്ലുപ്പിനൊപ്പം വയമ്പും ഒരു കഷ്ണം മഞ്ഞളും വേണം. ഇനി എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യേണ്ടത് എന്ന് പറയാം. കടങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള ഈ കർമ്മം ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്. ഇതിന് വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയാണ്. നല്ല അടച്ചുറപ്പുള്ളവ കുപ്പിയായിരിക്കണം. അല്പം വലിയ വായ്വട്ടമുള്ള കുപ്പിയാണ് വേണ്ടത്. ഇതിനൊപ്പം കല്ലുപ്പ് വേണം. പാചകത്തിന് ഉപയോഗിക്കുന്ന ആ കല്ലുപ്പ് ഒരു കാരണവശാലും എടുക്കരുത്. പുതുതായി വാങ്ങിയത് ഉപയോഗിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഇത്തരം കാര്യങ്ങൾക്കായി കല്ലുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നും എടുക്കാവുന്നതാണ്. അടുത്തതായി ആവശ്യമുള്ളത് മഞ്ഞളാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി പൂജാമുറിയിൽ നിൽക്കുക. ശേഷം കയ്യിൽ ഒരു പിടി കല്ലുപ്പെടുക്കുക. ഇത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ ഗ്ലാസ് കുപ്പിയിലേക്ക് ഇടുക. ശേഷം ഒരു മഞ്ഞൾ കഷ്ണം കയ്യിലെടുത്ത് നമ്മുടെ കഷ്ടതകളും എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കുപ്പിയിലിട്ടിരിക്കുന്ന ആ ഉപ്പിൻ്റെ മധ്യഭാഗത്തായി ഈ മഞ്ഞൾ കഷ്ണം കുത്തി നിർത്താം. മഞ്ഞളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ്. പൂജാസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കുമായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് ഈ കാരണത്താലാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് ശേഷം വയമ്പും കയ്യിലെടുത്ത് ഇതേ രീതിയിൽ പ്രാർത്ഥിക്കാം. സകല ദേവതകളെയും പ്രാർത്ഥിച്ച് വയമ്പും ഇതേ രീതിയിൽ കുപ്പിയിലെ ഉപ്പിൻ്റെ നടുവിലായി കുത്തി നിർത്തേണ്ടതാണ്. വയമ്പും ഉപ്പും ചേർന്ന് ധനാകർഷണത്തിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് ഇങ്ങനെ വെച്ച ശേഷം കുപ്പിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഉപ്പ് നിറച്ചു വയ്ക്കുക. ഇത് പൂജാമുറിയിൽ ആരും കാണാത്ത ഇടങ്ങളിൽ വേണം സൂക്ഷിക്കാൻ. അതുമല്ലെങ്കിൽ അടുക്കളയിലോ മറ്റോ സൂക്ഷിച്ചാൽ ആരും കാണാത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ. ഇത്തരത്തിൽ ചെയ്യുന്നതുമൂലം നമ്മുടെ കടങ്ങളും ബാധ്യതകളും കഷ്ടതകളുമെല്ലാം പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ്. വളരെയധികം സന്തോഷവും സമാധാനവും നമ്മുടെ വീടുകളിൽ വന്നു ചേരുവാൻ ഇത്തരത്തിൽ ചെയ്യുന്ന കർമ്മത്തിലൂടെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധിയും വളരെയധികം സന്തോഷവും സമാധാനവും ഭഗവാന്റെ കൃപയാൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.